എടി ഈ സൺഡേ പാർവതിയുടെ കല്യാണല്ലേ? ആ മറന്നുപോയി. ഗിഫ്റ്റ് മേടിക്കണ്ടേ? എന്താ വാങ്ങിച്ചു കൊടുക്ക? അത്യാവശ്യം നല്ലത് എന്തെങ്കിലും മേടിക്കണം. ഞാൻ എന്തായാലും ഇന്ന് ഈവനിങ് പോകുന്നുണ്ട്, അപ്പൊ പറയാം. ഞാൻ പറഞ്ഞാ മതി, ഞാൻ ഷെയർ ചെയ്യാം. എടി നീ ഷെയർ ഇടുവോ? എന്തെങ്കിലും ഒന്ന് പറ. എന്താടി? പാർവതിയുടെ കല്യാണല്ലേ, എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണ്ടേന്ന്. നീ ഷെയർ ഇടുവോന്ന്? ഞാൻ കുറച്ച് തിരക്കില്ല, ഇപ്പൊ വരാട്ടോ. ഷെയർ ഇടുന്ന കാര്യം പറയുമ്പോ തന്നെ മനസ്സിലായി. വിളിക്കാം. ശരി. ആ താൻ എവിടെ ഇരിക്കുവായിരുന്നോ? തന്നെ സാറ് തിരക്കുന്നു. ഇപ്പൊ വരാം. താൻ ഓക്കെ ആണോ? എന്തു പറ്റി? എടോ വീട്ടിലെ സീന അത്യാവശ്യമായിട്ടൊരു 15,000 രൂപ വേണം. 2 ദിവസം മുമ്പ് അമ്മാവന് സുഖമില്ലാന്ന് പറഞ്ഞ് ഞാൻ 8,000 രൂപ അയച്ചു കൊടുത്തത്. ഒരു പിടിയും കിട്ടുന്നില്ല. മന്ദന്റെ ആയിപ്പോയില്ല, ഇല്ലെങ്കിൽ തന്നോടെങ്കിലും ചോദിക്കായിരുന്നു. നീയും സാൻഡ്രയും കൂടെ കൂടി പാർവതിയുടെ കല്യാണത്തിൽ ഷെയർ ഇടുന്ന കേസ് ഞാൻ കേട്ടായിരുന്നു. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. വീണ്ടും കോള്. ഞാനിപ്പോ വരാം. ഈ മ്യൂസിക് ഒന്ന് നോക്കിയാ നോക്കോ? പക്ഷേ എടാ ഫ്രീ ആണോ? എന്തുട്ടിടാ? ഒന്ന് വരുമോ? ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ വരാവേ. ഇതൊന്ന് നോക്കേ. എന്താ വിളിച്ചേ? എടി ഞാൻ ആ പൈസയുടെ കേസ് ചോദിച്ചതിൽ നിനക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ തരാൻ? ഇത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. ഞാൻ അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ തിരിച്ചു തരാം. ഇനി ഈ ഓഫീസിൽ എനിക്കിത് ചോദിക്കുന്ന വേറെ ആരുമില്ല. എന്തേലൊന്നും ഇല്ലടി. എടി ഈ കാണുന്ന ഒന്നും ഗോൾഡ് അല്ല. നിന്റെ കയ്യിൽ ഗോൾഡായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി. വല്ല മാലയോ റിങ്ങോ അങ്ങനെ എന്തെങ്കിലും. അടുത്ത മാസം തന്നെ തിരിച്ചു തരുമോ? ഉറപ്പായിട്ടും. തിരിച്ചു തരില്ലേ? എടോ, ഇന്ന് ഇന്റർവ്യൂ വന്ന കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കാജൽ എവിടെ പോയതാ? വീട്ടിൽ പോയതാ? അല്ല, അവള് ഗോവയ്ക്ക് ട്രിപ്പ് പോയതാ. നീ അവളുടെ സ്റ്റോറി ഒന്നും കണ്ടില്ല? ഇല്ല, എനിക്ക് അവളുടെ സ്റ്റോറി ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? എന്തു പറ്റി? എന്റെ അടുത്ത് നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി. ഇതന്നെയാണ് അവളുടെ പണി. എല്ലാവരും അവള് പൈസ മേടിക്കും. നീ പുതിയതായതുകൊണ്ട് ഇപ്പൊ നിന്നെയും പറ്റിച്ചു. ഇല്ല, പക്ഷെ എന്റെ അടുത്ത് വീട്ടിലെ ആവശ്യത്തിനാണെന്നാ പറഞ്ഞേ. എടി, അവളുടെ വീട്ടുകാരൊക്കെ ഭയങ്കര റിച്ചാ. അവൾ എന്ത് ആവശ്യം വന്നാലും വീട്ടുകാരുടെ അടുത്ത് നിന്നാ പൈസ ചോദിക്കാം. ഇപ്പൊ വീട്ടുകാരുടെ പൈസ കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നിന്നോട് ചോദിച്ചു. തിരിച്ചു തരുമോ? തരുമായിരിക്കാം, പക്ഷെ പിന്നാലെ നടക്കേണ്ടി വരും. ഹലോ കുട്ടി. നിന്റെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നേ. നീ എന്തിനാ സ്റ്റോറിയൊക്കെ ഹൈഡ് ചെയ്തേ? ഈ ട്രിപ്പിനാണോ നീ എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയേ? എങ്ങനെ കള്ളം പറയണേ? എൻ്റെ പൊന്നുമോളെ, എന്നെ ഉപദേശിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ? പിന്നെ നിന്റെ ഗോൾഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാനുള്ള വഴി എനിക്കറിയാം. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം കേട്ടോ. ഹലോ, ട്രിപ്പിന്റെ വിശേഷമല്ലേ?